സേവാഭാരതി നിയമ കമ്മിറ്റി യൂണിറ്റിൻ്റെയും അതുപോലെ തന്നെ ആരിഷ് അക്കാഡമി കോട്ടയം അക്കാഡമിയുടെ പേരിലും സംയുക്തമായി നടത്തുന്ന ഈ ക്യാമ്പ് നേതൃത്വ നിർണയ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് ഞാൻ അധികം നീട്ടുന്നില്ല, തിരക്കുള്ളതുകൊണ്ട് ഞാൻ അധികം കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഉദ്ഘാടനം ചെയ്യാൻ വന്നിരിക്കുന്നത് BJP നിലമ്പൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കൂടിയാണ്. അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ട് വന്ന എല്ലാവർക്കും നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് സ്വാഗതം രേഖപ്പെടുത്തുന്നു. നമസ്കാരം. സേവാഭാരതി ചേർന്ന് സംയുക്തമായി നടത്തുന്ന നേത്ര പരിശോധന ക്യാമ്പ് ഇവിടെ ഉദ്ഘാടനം ചെയ്യാമെന്നുള്ളതാണ് കർത്തവ്യം. നമുക്ക് തിരക്കുള്ള സമയമാണ്. എന്നാൽ തന്നെ ഈ സമയത്ത് ഇങ്ങനെയൊരു സേവന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന നിലവിലൊരു സേവാഭാരതിക്ക് ഒരു പ്രത്യേക നന്ദി രേഖപ്പെടുത്തണം. സേവാഭാരതി നീലമ്പേരൂർ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം നിരവധിയായിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നമ്മൾ നടത്തി വരുന്നുണ്ട്. അത് ഇപ്പോൾ പുതിയതായിട്ട് കഴിഞ്ഞ 15-ാം തീയതി പാലിറ്റീവ് കെയറിൻ്റെ യൂണിറ്റിൻ്റെ പ്രവർത്തനം നമ്മൾ ആരംഭിച്ചു. ആ പ്രവർത്തനം വളരെ സജീവമായി പോകുന്നു. നമ്മുടെ ചിതാഗ്നിയുടെ യൂണിറ്റിൻ്റെ പ്രവർത്തനം വളരെ സജീവമായിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ, മെഡിക്കൽ ബെഡുകൾ തുടങ്ങി നമ്മുടെ ആതുര സേവന രംഗത്ത് ഒരു വലിയ വിപ്ലവകരമായ മാറ്റമാണ് സേവാഭാരതി നീലമ്പേരൂർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. സമസ്ത മേഖലയിലും രാഷ്ട്രീയ ജാതി മത വ്യത്യാസമില്ലാതെ മുഴുവൻ ജനങ്ങളിലേക്കും സേവനത്തിൻ്റെ സന്ദേശം പകർന്നു കൊടുത്തുകൊണ്ട് അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഉദാത്തമായ മാതൃകാപരമായ പ്രവർത്തനം നീലമ്പേരൂർ സേവാഭാരതി നടത്തി വരികയാണ്. നമുക്കറിയാം, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സന്നദ്ധ സേവന സംഘടനയാണ് സേവാഭാരതി. ഒരു വർഷത്തിൽ 1,80,000-ൽ പരം സേവന പ്രവർത്തനങ്ങൾ ചെയ്ത് യുനെസ്കോയുടെ അംഗീകാരം വരെ നേടിയിട്ടുള്ള ലോകത്തിലെ ഒരേ ഒരു സന്നദ്ധ സംഘടനയാണ് സേവാഭാരതി. ആ സേവാഭാരതിയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ കാണുന്ന അവസരം എല്ലാ തരത്തിലും അഭിനന്ദനാർഹവും അഭിമാനകരവുമാണ്. അതിന് വിളിച്ച സേവാഭാരതി നിലമ്പൂർ യൂണിറ്റിന് എല്ലാവരും നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവരും ഉദ്ഘാടനം ചെയ്ത എല്ലാവരും ഇങ്ങോട്ടൊന്നും വന്ന് നൽകിക്കുകയാണെങ്കിൽ